അതുകൊണ്ടൊക്കെ ആയിരിക്കാം നായയായിട്ടൊക്കെ ഇടപെടാൻ മീൻസ് ഒരുപാട് പടങ്ങളിൽ. ഇപ്പൊ ഇതിൽ ബ്രോ എന്ന് പറഞ്ഞ ആ നായ ശരിക്കും പറഞ്ഞാല് പല സമയത്തും നമുക്ക് അത്ഭുതകരമായിട്ട് നമുക്ക് സിനിമയിൽ അങ്ങനെ കിട്ടാത്ത സംഭവങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു അത് ഒറ്റ ടേക്കിലൊക്കെ ചില അത്ഭുതങ്ങൾ സംഭവിക്കാന്നൊക്കെ പറയില്ലേ. ഇപ്പൊ നായായിട്ട് നമ്മൾ ഞാൻ CID മൂസ ചെയ്യുന്ന സമയത്ത് ഞാനും നായയും കൂടി ഒരു ജനലിന്റെ അവിടെ കിടന്ന് ഇടിയെ കൂടിയിട്ട് നോക്കുന്നുണ്ടല്ലോ. ഭാവനയും മറ്റേ ഒരു നായക്കുട്ടിയും കൂടി താഴെ വന്ന് അതെ ഞങ്ങളുടെ വിഷയം. അപ്പൊ ആ സമയത്ത് ഞങ്ങളത് ഒരു 1 day ഷൂട്ട് വെച്ചതാ, വേറെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. എന്നിട്ട് ഞങ്ങള് രണ്ടുപേരും കൂടി രാവിലെ ആവും വന്നു, ഞങ്ങള് ഇടി തുടങ്ങി. പക്ഷെ 10 minute കൊണ്ട് ഷൂട്ടിങ് കഴിഞ്ഞു, ഒറ്റ ടേക്ക് ഓക്കെ. അപ്പൊ ഇത് കറക്റ്റ് ഒത്തു കിട്ടുക എന്നൊക്കെ പറയില്ലേ, അത് കാരണം നമുക്ക് അവരെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം നമുക്കറിയില്ലോ. നമ്മൾ വിചാരിക്കുന്ന സാധനങ്ങൾ അത് എന്തോ ഒരു ദൈവാധീനത്തിൽ കിട്ടുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്കൊക്കെ അല്ലേ പെറ്റ്സ് ഒക്കെ? എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ ദിലീപ് സാർ പറഞ്ഞ പോലെയാണ്, മരിച്ചു. പിന്നെ ഓ ശരി. സായിയുടെ കയ്യിൽ കുറെ 13 ഉണ്ട്. ആ ഒരു പേടിയിലൊന്നുമില്ല സായിന്. എനിക്ക് തോന്നുന്നു സായിക്ക് പൂമ്പാറ്റല്ലേ പേടി? ഞാൻ വായിച്ചിട്ടുണ്ട്, ഉണ്ട് മുഖത്തുനിന്ന്. പിന്നെ ദിലീപേട്ട നാട്ടുകാരൻ തന്നെയാണ് ഞാൻ. നിങ്ങള് അങ്കമാലി അല്ലേ? കാലടി മാണിക്യമംഗലം എന്ന സ്ഥലത്താണ്. ദിലീപേട്ട ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇവിടെ എത്താൻ. എനിക്കറിയാം, ഒരുപാട് സ്റ്റോറികളൊക്കെ ഞാൻ ദിലീപേട്ട കേട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ എനിക്കും ഒരു സ്ട്രഗിൾ ചെയ്ത് ഒരു ആക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ആ ഒരു പ്ലാറ്റ്ഫോമിന് വേണ്ടി ഞാൻ ഇവിടെ വന്നത്. ആ സ്ട്രഗിളിന് വേണ്ടിയിട്ടാണോ ഇത് കളിച്ച് കയറുന്നത്? പിന്നെ അടുത്ത പടത്തിൽ എന്നെയും കൂടി ഒന്ന് പരിഗണിക്കാതെ ചാൻസ് കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ജിൻഡോനെ ഇനിയിപ്പോ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ, ജിൻഡോ വേൾഡ് ഫേമസ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് നേരം അല്ലേ എനിക്ക് ദിലീപേട്ട മുമ്പിൽ ഇതുകൊണ്ടൊരു ചാൻസ് ചോദിക്കാനുള്ള ഒരു അവസരം ചിലപ്പോൾ എനിക്ക് കിട്ടിയില്ലെന്ന് വരും. ചിലപ്പോൾ അന്ന് ഇതിൽ വലിയൊരു ചാൻസ് എനിക്ക് കിട്ടാനില്ല. അല്ല ശരിക്കും ഇതൊക്കെ മുന്നിൽ കണ്ടിട്ടാണ് അപ്സരയുടെ ശിക്ഷണത്തിൽ നിങ്ങൾ ഡാൻസ് ഒക്കെ ചെയ്തത്. അപ്പൊ ദിലീപനോട് എനിക്ക് ചോദിക്കാം, നവരസൊക്കെ എടുത്തിരുന്ന് കാണുന്നുണ്ട്. അത് അപ്സര ഉള്ളതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയത്. അദ്ദേഹം അവളെന്നെ പഠിപ്പിച്ചില്ലായിരുന്നെങ്കിൽ നടക്കൂലായിരുന്നു. കാരണം ഞങ്ങൾ ഇടിയായിരുന്നു അതിന് വേണ്ടിയിട്ട്. പക്ഷെ ഞങ്ങള് പെർഫോം ചെയ്തു. ഇപ്പൊ ഗുരു ശിഷ്യനായി. പക്ഷെ ഇപ്പൊ ഞങ്ങൾ അടിയാണ്. ദിലീപേട്ട ഈ പടത്തിനകത്ത് ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ടേഴ്സിലൊരാളാണ് രാധിക ശരത്കുമാർ. അപ്പൊ അദ്ദേഹം ചെറുപ്പത്തിലെ മുതൽ തന്നെ ഒരുപാട് പടങ്ങളൊക്കെ ചെയ്ത് കഴിവ് തെളിയിച്ച ഒരാളാണ്. അപ്പൊ ദിലീപേന്റെ വേറൊരു പടത്തിനകത്ത്, ദിലീപേന്റെ തിരിച്ചറിവായിട്ടുള്ള വേറൊരു പടത്തിനകത്ത് തന്നെ നിങ്ങൾ തമ്മിലൊരു കെമിസ്ട്രി, അതൊരു 100 ദിവസത്തിൽ കൂടുതൽ ഓടിയ ഒരു പടമാണ് അത്. അമ്മയും മോനും ഭയങ്കര ഒരു കഥാപാത്രമാണ്. അപ്പൊ ഇതില് നിങ്ങൾ തമ്മിലൊരു കോമ്പിനേഷൻ ഇപ്പൊ ട്രെയിലർ കണ്ടപ്പോ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി നിങ്ങളൊരു കോമ്പിനേഷൻ അത് വേറൊരു ലെവലാന്നുള്ളത്. കാരണം അദ്ദേഹം നിങ്ങളെ കൂടെ ഒരു അഭിനയിക്കുമ്പോൾ നല്ലൊരു ക്യാരക്ടറിൽ വന്ന് അഭിനയിക്കുന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം. അപ്പൊ ആ ഒരു കെമിസ്ട്രി മനസ്സിലാക്കിയിട്ട് ഈ പടം 100% 100 ദിവസത്തിൽ കൂടുതൽ എല്ലാവരും 200-300 ദിവസം ഓടുന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. അപ്പൊ ആ കെമിസ്ട്രി എന്താണ് ഞങ്ങൾക്കൊന്ന് ചെറുതായിട്ട് പറഞ്ഞു തന്നാൽ. ഇപ്പോഴത്തെ ഒരു ഇതില് നമുക്ക് ആശംസിക്കാം 100, 200, 300 എന്നൊക്കെ. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 50 ദിവസം 100. ഇപ്പൊ നമ്മളൊക്കെ വന്ന സമയത്ത് എനിക്ക് 250 ദിവസം തിയേറ്ററിലോടിയ പടങ്ങൾ കിട്ടിയിട്ടുള്ള ഹീറോ ആണ് ഞാൻ. പഞ്ചാബി ഹൗസൊക്കെ 100 മേലിൽ ഒരുപാട് പടങ്ങള് 150, 200, 250 ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇന്ന് മലയാള സിനിമയില് അങ്ങനെ ഒരു 100 ദിവസം കിട്ടും. കാരണം ഇപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ 25-50 വരെ 50 കിട്ടിയ വലിയ ലോട്ടറി എന്ന് പറയുന്ന പോലെ ഒരു അവസ്ഥയാണ്. കാരണം അത്രയും വൈഡ് റിലീസും തിയേറ്റേഴ്സും എല്ലാവരും ആദ്യത്തെ ദിവസം തന്നെ പെട്ടെന്ന് തന്നെ കാണാൻ തയ്യാറെടുക്കുകയാണ്. മറ്റെന്ന് വെച്ചാൽ A സെന്ററിൽ നിന്നും B സെന്ററിൽ നിന്നും C സെന്റർ അങ്ങനെ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അവ ചോദിച്ചത് രാധിക ചേച്ചിയുടെ വിഷയം വെച്ചാൽ ഞാനും ഈ രാമലീലയിലെ അമ്മയും മോനുമായിട്ടാണ് ചോദിച്ചത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു അമ്മ വേണമെന്നുള്ളത്. ഇതിനകത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കഥ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ രാധിക ചേച്ചി ഇപ്പൊ ചെയ്തിട്ട്